നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ച രാജ്യാന്തര കള്ളക്കടത്ത് ബന്ധം അന്വേഷിക്കാൻ CBI വരുന്നു. ഇതോടെ തദ്ദേശ തോൽവിക്ക് പിന്നാലെ CPM സ്വർണക്കടത്തിൽ മുട്ടുകുത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ശബരിമലയിൽ CBI വന്നാൽ അത് ചെന്നിത്തലയ്ക്ക് രാഷ്ട്രീയ നേട്ടമായി മാറും. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന ഇക്കാര്യം പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന BJP നേതൃത്വം കരുതുന്നു. ചെന്നിത്തലയ്ക്ക് മുമ്പ് രാജീവ് ചന്ദ്രശേഖർ, കുമ്മനം കൃഷ്ണദാസ് എന്നിവർ ഇതേ ആവശ്യം കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഉന്നതന്മാരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച സംഭവമാണ് ഇത്. രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഈ മോഷണത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ വകുപ്പ് മന്ത്രിമാരുടെ അറിവും സമ്മതവും ഉണ്ടാകണം എന്നത് ഏത് കൊച്ചുകുട്ടിക്കും അറിയുന്ന കാര്യമാണ്. അവരെ രാഷ്ട്രീയമായി സംരക്ഷിക്കാനും സർക്കാരിന്റെ ശ്രമം അവസാനിപ്പിക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു. സാധാരണഗതിയിൽ ക്രിമിനൽ നടപടി പ്രകാരം പ്രതികളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നടപടി തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്താത്തത്? സ്വർണം എവിടെ പോയി? അതിന് എന്ത് സംഭവിച്ചു? ഇതിനുള്ള ഉത്തരം തേടുമ്പോഴാണ് പൗരാണിക വസ്തുക്കളും ദിവ്യ വസ്തുക്കളും വിൽക്കുന്ന അന്താരാഷ്ട്ര പൗരാണിക കരിഞ്ചന്തയുമായുള്ള ബന്ധം വെളിവാകുന്നത്. തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ശക്തികളെ കണ്ടെത്താൻ കഴിയും. നിഗൂഢമായ ശക്തികളെയും ഇതുവഴി കണ്ടെത്താൻ കഴിയും. നിഗൂഢമായ ഒരു വൻ തട്ടിപ്പാണ് ഇതിന് പിന്നിൽ നടത്തിയിട്ടുള്ളത്. അത് പുറത്തു വരണമെങ്കിൽ തൊണ്ടി മുതലിലേക്ക് എത്തണം. അന്താരാഷ്ട്ര ആന്റിക് മാഫിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് കണ്ടെത്താനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ച വിവരങ്ങൾ SITക്ക് കൊടുത്ത മൊഴിയിലുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഈ നിമിഷം വരെയും CPM ഒരു നടപടിയും സ്വീകരിക്കാതെ അവരെ രാഷ്ട്രീയമായി സംരക്ഷിക്കുകയാണ്. വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റും കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയുമായിരിക്കുന്ന കാലത്ത് കേരളത്തിലെ ക്ഷേത്രങ്ങളിലുള്ള പഴയ ഉരുളി, ചെമ്പ്, വിളക്കുകൾ ഉൾപ്പെടെയുള്ള പുരാവസ്തുക്കളായിട്ടതെല്ലാം ലേലം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അന്ന് അതിനെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ താൻ ശക്തമായി എതിർത്തു. ദേവസ്വം ബോർഡിന് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് കൊടുത്തു. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഈ പഴയ ഉരുപ്പടികൾ വെക്കാൻ സ്ഥലമില്ലാതിരുന്നു ഇവരുടെ ന്യായീകരണം. നിയമസഭയ്ക്കകത്ത് വിഷയം ഉന്നയിച്ച ശേഷമാണ് അത് നിർത്തിവെച്ചത്. ഈ കൊള്ളയ്ക്ക് വലിയ വ്യാപ്തിയുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ മുഴുവൻ പുരാവസ്തുക്കളും വിൽപ്പന നടത്താനും അതിൽ നിന്ന് വൻതോതിലുള്ള പണം ഉണ്ടാക്കാനുമുള്ള ആക്രാന്തവും ആസൂത്രണവുമാണ് ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ സ്വർണക്കൊള്ള എന്ന് വ്യക്തമാണെന്ന് ചെന്നിത്തല പറഞ്ഞു. ചെന്നിത്തലയുടെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതി CBI അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നും വ്യക്തം. കാരണം സ്വർണ്ണപ്പാളി സംബന്ധിച്ച് വരുന്ന വിവരങ്ങൾ ഹൈക്കോടതി ഏറെ ഗൗരവത്തിലാണ് കാണുന്നത്. ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയില്ലാതെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ശബരിമലയിൽ എടുക്കരുത് എന്നാണ് നിർദ്ദേശം. നേരത്തെ കുമ്മനം രാജശേഖരനും ഇതേ ആവശ്യവുമായി കേന്ദ്രത്തിന് മുന്നിൽ എത്തിയിരുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്ന കുമ്മനം പറയുന്നത് വെറുതെയല്ല. വിശ്വാസത്തെ നശിപ്പിക്കാൻ ഗൂഢസംഘം പ്രവർത്തിക്കുന്നുവെന്ന ഭക്തജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ബന്ധപ്പെട്ട എല്ലാവരും ദ്വാരപാലകർക്ക് സ്വർണം പൂശി എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 2019 ശേഷം എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാകണം. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും കമ്മീഷണറെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാത്തത് എന്താണ് എന്നും കുമ്മനം ചോദിച്ചു. സർക്കാർ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ശുപാർശ നൽകണം. സംസ്ഥാനത്തിന് പുറത്തുള്ള ചില ഏജൻസികൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CBIക്ക് മാത്രമേ ഇതെല്ലാം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇതേ ആവശ്യം ഉന്നയിച്ച കുമ്മനം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചതായും മനസ്സിലാകുന്നു. ദേശീയ പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ ശബരിമലയിലെ കള്ളക്കടത്തിൽ ഇടപെടാൻ കേന്ദ്രത്തിന് സ്വമേധയാ സാധിക്കും. ശബരിമല മലയാളികൾ മാത്രം എത്തുന്ന ദേവാലയമല്ല. സ്വർണമോഷണം അന്വേഷിക്കാൻ കേരളത്തിലെ പോലീസിന് കഴിയില്ല. കാരണം ശബരിമലയിൽ നിന്നും അടിച്ചുമാറ്റിയ സ്വർണം അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെത്തിയാണ് നിഷ്പ്രഭമാകുന്നത്. മദ്രാസിലാണ് സ്വർണത്തെ ജയറാം പൂജിച്ചത്. ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുക്കി തീർത്ത് അന്വേഷിച്ചാൽ കള്ളം പുറത്തു വരില്ല. CBI അന്വേഷണം മാത്രമാണ് പോംവഴി. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തെന്നറിയാൻ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഒന്നിനും വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല. 1998 വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞിരുന്നു. ആ സ്വർണം എവിടെ പോയി എന്നാണ് ചോദ്യം. N ഭാസ്കരൻ നായർ പ്രസിഡന്റും MV നമ്പൂതിരി അംഗവുമായ ദേവസ്വം ബോർഡിന്റെ കാലത്താണ് ശ്രീകോവിലിൽ ഇത്തരത്തിലുള്ള സ്വർണം പൊതിയൽ നടന്നത്.
30.3 കിലോഗ്രാം സ്വർണവും 1900 കിലോ ചെമ്പും ഇതിനു വേണ്ടി വന്നു. ശ്രീകോവിലിന്റെ മേൽക്കൂരയും ഇരുവശത്തെയും ഭിത്തികളും അയ്യപ്പ ചരിത്രം ആലേഖനം ചെയ്ത സ്വർണപ്പാളി ഉപയോഗിച്ച് പൊതിഞ്ഞു. കൂടാതെ ഭണ്ഡാരം, ശ്രീകോവിലിന്റെ മുകളിലുള്ള 3 താഴികക്കുടങ്ങൾ, കന്നിമൂല ഗണപതി, നാഗരാജാവ് എന്നിവയുടെ താഴികക്കുടകവും ശ്രീകോവിലിന്റെ വാതിൽ, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയും സ്വർണം പൊതിഞ്ഞു. വിജയ് മല്യ പൊതിഞ്ഞ സ്വർണത്തിന്റെ കണക്ക് ദേവസ്വം രേഖകളിലുണ്ട്. അന്ന് EK നയനാനായിരുന്നു ഈ മുഖ്യമന്ത്രി. ദ്വാരപാലക ശില്പത്തിന്റെ നിറം മങ്ങിയപ്പോൾ സ്വർണം പൂശി നൽകാൻ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2019 അനുമതി നൽകി. പത്മകുമാർ പ്രസിഡന്റും KP ശങ്കരദാസ്, രാഘവൻ എന്നിവർ അംഗങ്ങളായ ബോർഡ് ഇതിന് അനുമതി നൽകി. ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വന്തമാക്കി പൊളിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ഇത് അഴിച്ചു നൽകിയത്. മാത്രവുമല്ല, അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. ഇന്നത്തെ പ്രസിഡന്റ് പ്രശാന്ത് ദേവസ്വം മന്ത്രി വാസുവുമായി ഗൂഢാലോചനകൾക്ക് നടത്തിയതുപോലെ പത്മകുമാർ കടകംപള്ളി സുരേന്ദ്രനുമായി ഗൂഢാലോചന നടത്തി എന്നാണ് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രി സുരേന്ദ്രനും അറിയാതെ ഏതായാലും സ്വർണപ്പാളി അടിച്ചുകൊണ്ടു പോകാൻ കഴിയില്ല. വിജയ് മല്യ നൽകിയത് സ്വർണമായിരുന്നെങ്കിൽ 2019 പ്ലേറ്റിംഗ് എങ്ങനെ ചെമ്പുപാളി നൽകാനാകുമെന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ അസാന്നിധ്യത്തിലാണ് പാളികൾ 2019 അഴിച്ചത്. ദേവസ്വം പ്രതിനിധി ഇല്ലാതെ സ്പോൺസറുടെ കൈവശം 14 പാളികൾ കൊടുത്തയച്ചു. 39 ദിവസത്തിനു ശേഷമാണ് ഈ പാളികൾ ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻ എന്ന സ്ഥാപനത്തിൽ എത്തിയത്. തങ്ങൾക്ക് ലഭിച്ചത് ചെമ്പുപാളികളാണെന്നും അതിൽ സ്വർണം പൂശുക മാത്രമാണ് ചെയ്തതെന്നും സ്ഥാപനം വിശദീകരിച്ചിട്ടുണ്ട്. സ്വർണം പൊതിഞ്ഞ പാളികൾ അഴിച്ചപ്പോൾ രേഖകളിൽ കൃത്യമായി അല്ലെങ്കിൽ കൃത്രിമം കാണിച്ചെന്നും യഥാർത്ഥ പാളികൾ പുറത്തെത്തിച്ച് അവയുടെ പകർപ്പ് ചെമ്പിൽ പുതുതായി ഉണ്ടാക്കിയെന്നും അടക്കം ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. വ്യവസായി വിജയ് മല്യ ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൂശിയ കാലത്തെ വ്യക്തമായ കണക്കുകൾ പ്രകാരം സ്വർണത്തിന്റെ അളവ് എത്ര എന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ സ്വർണം പൂശൽ ഇടപാടുകൾക്ക് കരാർ ലഭിക്കാൻ ആരാണ് സഹായിച്ചതെന്നും പുറത്തുവരണം. പോറ്റിയുടെ പശ്ചാത്തലം അന്വേഷിക്കാതെ ഇതിന്റെ നിയോഗിച്ചതിൽ ആരുടെ തീരുമാനപ്രകാരമാണ്? ശബരിമലയിൽ മാത്രമാണോ ഇത്തരം കൃത്രിമങ്ങൾ എന്ന കാര്യത്തിലും അന്വേഷണം വേണ്ടതില്ലേ? ആഗോളതലത്തിൽ അയ്യപ്പ ശബരിമല സംരക്ഷണത്തിന് സംരംഭകരെ വിളിച്ചുകൂട്ടിയ സർക്കാരിന് ക്ഷേത്ര സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിലെ പിടിപ്പുകേടിന് കാരണക്കാരെ കണ്ടെത്താനുള്ള ബാധ്യതയുമുണ്ട്. അതേസമയം ദേവസ്വം ബോർഡിന്റെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മർദ്ദത്തിലാക്കി തനിക്ക് നൽകിയത് ചെമ്പുപാളികളാണെന്നും മഹസർ ഉൾപ്പെടെയുള്ള രേഖകളിൽ ഇത് വ്യക്തമാക്കണമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കി. അതിനു മുകളിൽ സ്വർണമുണ്ടെന്ന കാര്യം താൻ ഇപ്പോഴാണ് അറിയുന്നത്. സത്യമറിയാതെ വാർത്ത നൽകരുതെന്നും പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിലും നിയമത്തിലും തനിക്ക് വിശ്വാസമുണ്ടെന്ന് കൂട്ടിച്ചേർത്തു. മുൻപ് സ്വർണം പൂശിയതിനെ കുറിച്ച് അറിയില്ല. അതിന് മുൻപ് സ്വർണം പൂശിയത് കാലഹരണപ്പെട്ടത് കൊണ്ടായിരിക്കാം ദേവസ്വം അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പാളികളിൽ സ്വർണം ഉണ്ടായിരുന്നോ എന്നും അറിയില്ല. ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ താൻ എടുത്തുകൊണ്ട് പോയതല്ല, ദേവസ്വം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത് എന്നും പോറ്റി പ്രതികരിച്ചു. ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളി അറ്റകുറ്റപ്പണി കൊണ്ടുപോയപ്പോൾ കാലതാമസം ഉണ്ടെന്ന ആരോപണവും ഉണ്ണികൃഷ്ണൻ പോറ്റി നിഷേധിച്ചിരുന്നു. എന്തായാലും CBI വരുമ്പോൾ കളികൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.